നമസ്കാരം. ഇത്തവണയും യൂറോപ്പിന് പുറത്തുനിന്ന് ഒരു മാർപ്പാപ്പ വരുമോ? അങ്ങനെ വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് സഭയുടെ കണക്കുകൾ കാണിക്കുന്നത്. കത്തോലിക്ക വിശ്വാസികളിൽ യൂറോപ്പിനെ മറികടന്ന് മറ്റു പ്രദേശങ്ങൾ മുന്നിലെത്തിയതാണ് കാരണം. 100 വർഷം മുമ്പ് 1910 മൊത്തം കത്തോലിക്കരിൽ 65% യൂറോപ്പിലായിരുന്നു. ഇപ്പോൾ 20% മാത്രമാണ് യൂറോപ്പിലുള്ളത്. ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് കഴിഞ്ഞ തവണ ഫ്രാൻസിസ് മാർപ്പാപ്പ വന്നതുപോലെ ഒരിക്കൽ കൂടി അങ്ങനെ ഒരു തീരുമാനം വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. ക്രൈസ്തവരുടെ എണ്ണത്തിൽ 3.3% വളർച്ചയുള്ള ആഫ്രിക്കയിൽ നിന്ന് ഒരു മാർപ്പാപ്പ വന്നുകൂടായികയില്ല. യൂറോപ്പിൽ ക്രൈസ്തവരുടെ എണ്ണത്തിൽ 0.2% മാത്രമാണ് വളർച്ച. ഏഷ്യയിൽ 0.6%. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. പുതിയ മാർപ്പാപ്പയ്ക്കായി കാത്ത് ലോകം. പുതിയ മാർപ്പാപ്പയ്ക്കായി കാത്തിരിക്കുന്നത് ക്രൈസ്തവർ മാത്രമല്ല, ഈ ലോകം തന്നെയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്ത് പകർന്ന വെളിച്ചമാണ് ആ കാത്തിരിപ്പിന്റെ കാരണം. ഇത്രയും പൊളിറ്റിക്കലി കറക്റ്റായ, തത്വശാസ്ത്രപരമായി സത്യസന്ധമായ നിലപാടുകളുള്ള മറ്റൊരു ലോക നേതാവും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും യോജിക്കാവുന്ന നയപരിസരമായിരുന്നു ഫ്രാൻസിസ് പാപ്പയുടേത്. ഇനി വരുന്ന മാർപ്പാപ്പ ഏത് രാജ്യത്ത് നിന്നായാലും ഏത് ദേശത്ത് നിന്നായാലും ആ തെളിച്ചം മങ്ങുക അസാധ്യമാണ്. അത്രയേറെ വ്യക്തവും ആകർഷകവുമായ ഒരു ആഗോള കവചമാണ് ഫ്രാൻസിസ് പാപ്പ സൃഷ്ടിച്ചു നൽകിയത്. സഭയെ പൂർണ്ണമായും നവജനാധിപത്യം ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. എന്നാൽ യുവചിന്തകളാണ് ശരിയെന്ന് പറയുന്ന ഒരു മാർപ്പാപ്പയാണ് ഉണ്ടായിരുന്നത്. LGBTQ ഗർഭഛിദ്ര വിഷയങ്ങളിലൊക്കെ സഭയുടെ നിലപാടിനോട് വിയോജിക്കുന്നതാണ് നവീന ചിന്തകൾ. സഭ തിരുത്തിയില്ലെങ്കിലും അപ്പുറത്ത് ശരിയുണ്ട് എന്ന ചിന്ത ചില വാക്കുകൾ കൊണ്ട് വിശ്വാസികളിലേക്ക് കൈമാറിയാണ് ഫ്രാൻസിസ് പാപ്പ വിടവാങ്ങിയത്. വൈദികർ പീഡനങ്ങളിൽ പ്രതികളാകുമ്പോൾ മാപ്പു പറഞ്ഞാൽ സഭ കുറ്റക്കാരാകും എന്ന ചിന്തയായിരുന്നു ഒരു പതിറ്റാണ്ട് മുമ്പ് വരെ ഉണ്ടായിരുന്നത്. നൂറ്റാണ്ടുകളായി തുടരുന്ന ആ കൊടിയ അനീതിയിൽ മാപ്പു ചോദിച്ചത് ഫ്രാൻസിസ് പാപ്പയാണ്. അതോടെ സഭ കളങ്കപ്പെടുകയല്ല ചെയ്തത്, കൂടുതൽ വെളിച്ചമേകുകയായിരുന്നു. സഭയിലുള്ള വിശ്വാസമാണ് പല മടങ്ങ് ഇരട്ടിയായത്. പുതിയ മാർപ്പാപ്പയ്ക്ക് പഴയ സഭയുടെ കർശന നിയമങ്ങളുമായി ഇനി മുന്നോട്ടു പോകാൻ കഴിയില്ല. 10 വർഷം കൊണ്ട് 100 വർഷത്തെ സഭയെങ്കിലും നവീകരിച്ചാണ് ഫ്രാൻസിസ് പാപ്പ മടങ്ങിയത്. ആ യാത്രയ്ക്കാണ് നിത്യത എന്ന് പറയുന്നത്. ഇതുവരെയുള്ള മാർപ്പാപ്പമാരുടെ എണ്ണമെടുത്താൽ ചില പൊരുത്തങ്ങൾ അറിയാം. 266 മാർപ്പാപ്പമാരിൽ 217 പേരും ഇറ്റലിയിൽ നിന്നുള്ളവരായിരുന്നു. ഇറ്റലിക്ക് പുറത്തുനിന്ന് 49 പാപ്പമാർ മാത്രമാണ് ഉണ്ടായത്. അതിൽ 16 പേരും ഫ്രാൻസിൽ നിന്ന്, 6 പേർ ജർമ്മനിയിൽ നിന്നും, 5 പേർ സിറിയയിൽ നിന്നും, 4 പേർ ഗ്രീക്കുകാർ ആയിരുന്നു. ഈ കാലത്തിനിടയ്ക്ക് ഇംഗ്ലണ്ടിൽ നിന്ന് പോലും ഒരാൾ മാത്രമാണ് മാർപ്പാപ്പയായത്. എന്നും യൂറോപ്പിനായിരുന്നു മുൻതൂക്കം എന്ന് പറയുമ്പോഴും ഇറ്റലിക്കായിരുന്നു എന്ന് തിരുത്തുന്നതാണ് കൂടുതൽ ശരി. സഭയുടെ ആ രാഷ്ട്രീയ കാലാവസ്ഥ തന്നെ മാറിയ പതിറ്റാണ്ടാണ് കടന്നുപോയത്. റോമിന് പുറത്തുനിന്ന് നിരവധി കർദിനാൾമാർ സഭയുടെ ഭരണത്തിലേക്ക് കടന്നു വന്നു. ഏഷ്യയിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിൽ നിന്നുള്ളവരും വത്തിക്കാനിലെ നേതൃത്വത്തിൽ എത്തി. സഭയിൽ എല്ലാ ഭാഗത്തു നിന്നുമുള്ള പ്രാതിനിധ്യം വന്നതിന്റെ കൂടി സൂചനയായിരുന്നു കോഴിക്കോട് അതിരൂപത പ്രഖ്യാപനം. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇടപെടാൻ വത്തിക്കാന്റെ പ്രതിനിധി എത്തിയതും, ഭൂമി പ്രശ്നത്തിൽ ആരോപണ വിധേയനായ കർദിനാളിനെ മാറ്റിയതും, കന്യാസ്ത്രീമാരുടെ പരാതിയിൽ ബിഷപ്പിനെതിരെ നടപടിയെടുത്തതുമെല്ലാം സഭ യൂറോപ്പിന് പുറത്തും ശ്രദ്ധ നൽകുന്നതിന്റെ ഭാഗമായിരുന്നു. 2023 കണക്കനുസരിച്ച് ലോകത്ത് 140 കോടി കത്തോലിക്കരുണ്ട്. തെക്കേ അമേരിക്കയിലും മധ്യ അമേരിക്കയിലുമായി 41%, ആഫ്രിക്കയിൽ 20%, ഏഷ്യയിൽ 11%. ഇത് കഴിഞ്ഞാൽ 20% യൂറോപ്പിൽ, വടക്കേ അമേരിക്കയിൽ 6.5%-ലേറെയും വരും. യൂറോപ്പിന് പുറത്ത് നിന്ന് മാർപ്പാപ്പ വന്നപ്പോൾ കഴിഞ്ഞ തവണ അത് ലാറ്റിൻ അമേരിക്ക അഥവാ തെക്കേ അമേരിക്കയിൽ നിന്നായത് സ്വാഭാവികമാണ്. ലോകത്തെ കത്തോലിക്കരുടെ 2/3-ലേറെയും തെക്കേ അമേരിക്കയിലും മധ്യ അമേരിക്കയിലുമാണ്. ഏഷ്യയിൽ നിന്ന് പുതിയ പാപ്പ വരുമോ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഒരു ഉത്തരം സാധ്യമല്ല. ഏഷ്യയേക്കാൾ കൂടുതൽ കത്തോലിക്കരുള്ളത് ആഫ്രിക്കയിലാണ്. 20% കത്തോലിക്കരും അവിടെയാണ് ജീവിക്കുന്നത്.
മേഖല തിരിച്ചല്ല മാർപ്പാപ്പമാരെ തീരുമാനിക്കുന്നത്. ഏതെങ്കിലും പ്രത്യേക മേഖലകളിൽ നിന്ന് വേണം എന്ന് തീരുമാനിച്ചതിന്റെ ഫലമായല്ല ഫ്രാൻസിസ് മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തത്. കത്തോലിക്കരുടെ എണ്ണം കൂടുതലുള്ള മേഖലയിൽ നിന്ന് കർദിനാൾമാരും സ്വാഭാവികമായി കൂടുതലുണ്ടാകും. നേതൃപരമായി മികവുള്ളവർ അവരിൽ നിന്ന് മുന്നോട്ട് വരുവാനുള്ള സാധ്യതയും കൂടുതലാണ്. 100 വർഷം മുമ്പുണ്ടായിരുന്ന സഭയിലെ ഇറ്റലിയുടെ ആധിപത്യം ഇപ്പോഴില്ല. സഭ യൂറോപ്പിന് പുറത്തേക്ക് പന്തലിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പാപ്പയ്ക്കായാണ് വിശ്വാസികൾ കാത്തിരിക്കുന്നത്. 1910 വത്തിക്കാൻ കണക്കനുസരിച്ച് കത്തോലിക്കരിൽ 65% യൂറോപ്പിലായിരുന്നു. ലാറ്റിൻ അമേരിക്കയിൽ 24%, ശേഷിക്കുന്ന രാജ്യങ്ങളിലെല്ലാമായി 11% മാത്രമായിരുന്നു കത്തോലിക്കരുടെ അംഗസംഖ്യ. അതുകൊണ്ട് തന്നെ സഭയുടെ തീരുമാനങ്ങളെല്ലാം യൂറോപ്പ് കേന്ദ്രീകരിച്ചായിരുന്നു. സഭയ്ക്ക് രാഷ്ട്രീയം ഇല്ലെങ്കിലും നയപരമായ പ്രഖ്യാപനങ്ങളൊക്കെ യൂറോപ്പിന് അനുകൂലമാണെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു. മറ്റു മേഖലകളിലേക്കൊന്നും ശ്രദ്ധ എത്തുന്നില്ലെന്ന് പരിഭവങ്ങൾ ഉണ്ടായി. 20-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെത്തിയത് 2 മാർപ്പാപ്പമാർ മാത്രമാണ്. 1964 മുംബൈയിൽ വന്ന പോൾ നാലാമനും 1986 1999 രാജ്യത്ത് വന്ന ജോൺ പോൾ രണ്ടാമനും. 1986 സന്ദർശനത്തിലാണ് ജോൺ പോൾ രണ്ടാമൻ കേരളത്തിലും വന്നത്. മ്യാൻമാറിലും ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും വന്നുപോയെങ്കിലും ഫ്രാൻസിസ് പാപ്പയുടെ ഇന്ത്യയിലേക്കുള്ള വരവ് മാത്രം യാഥാർത്ഥ്യമായില്ല. യുദ്ധങ്ങളിലും നയതന്ത്രത്തിലും ഫ്രാൻസിസ് പാപ്പ സ്വീകരിച്ച ഒരു രീതിയുണ്ട്. ഏതു മാനദണ്ഡം വെച്ച് അളന്നാലും ആർക്കും തെറ്റ് കണ്ടെത്താൻ കഴിയാത്ത നയങ്ങളായിരുന്നു അവ. കൂടുതൽ സങ്കീർണമാകുന്ന സാഹചര്യങ്ങളിൽ സമ്പൂർണ്ണ രാഷ്ട്രീയ ശരിയുടെ മാർപ്പാപ്പയെയാണ് ലോകം കാത്തിരിക്കുന്നത്. വത്തിക്കാനിൽ നിന്നുള്ള ആ വെള്ളപ്പുകയ്ക്കായി കത്തോലിക്കർ മാത്രമല്ല മുഴുവൻ ലോകവും ആകാംക്ഷ കൊള്ളുകയാണ്. വിശ്വാസം ഏതാണെങ്കിലും ഓരോരുത്തരിലുമുണ്ട് ആ പ്രതീക്ഷയുടെ തിളക്കം. സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.